ഇന്നത്തെ സ്പെഷ്യൽ ഒരു നോൺ വെജ് റെസിപ്പിയാണ്. വളരെ രുചികരമായ ഒരു ചിക്കൻ 65. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളകൊക്കെ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതും അതുപോലെ തന്നെയാണ്. കുറച്ച് ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്കൊരു 4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് അധികം പുളിയില്ലാത്തത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്കൊരു 4 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്രയും സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കാരണം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 മണിക്കൂറിന് ശേഷം നമ്മളിത് പുറത്തെടുത്ത് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്ക് വന്ന ശേഷം ഇത് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കാരണം ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചധികം കറിവേപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഈ കറിവേപ്പില കൂടി ഈ ചിക്കൻ ഒന്ന് വറുത്ത് കിട്ടുമ്പോഴേക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത് തയ്യാറാക്കുമ്പോൾ കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ഈ ചിക്കനെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഈ ഒരു ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ചിക്കൻ 65 ആയതുകൊണ്ട് ഇതിന് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ ആ എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 7-8 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നീളത്തിലരിഞ്ഞ് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുത്താലും വളരെ നല്ലതാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന വെളുത്തുള്ളിക്ക് നല്ല ടേസ്റ്റാണ് ഈ ചിക്കനോടൊപ്പം കഴിക്കാൻ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ
ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചില്ലി സോസൊക്കെ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത്രയുമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി അതുവരെ ഒന്ന് വഴറ്റിയ ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു 2-3 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത സോസിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറും കൂടെ ഈ ചിക്കനിലേക്ക് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. റൈസിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. പക്ഷേ ഇത് വളരെ ഹെൽത്തിയായ റെസിപ്പിയാണെന്ന് ഞാൻ പറയില്ല. വല്ലപ്പോഴുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. സ്ഥിരമായി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിത് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നത് കാരണം തീർച്ചയായും ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈ സ്മോക്ക് പോയിൻ്റ് ഉള്ള ഓയിൽ സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റേതെങ്കിലും ഹൈ സ്മോക്ക് പോയിൻ്റ് ഉള്ള ഓയിൽ ഉപയോഗിച്ചാൽ മതിയാകും. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 തയ്യാറായി കഴിഞ്ഞു. ഞാനിത് റൈസിനൊപ്പമാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്